ഹായ് ഫ്രണ്ട്സ്, എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂടാസ് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. മിററും കട്ട് ബീഡൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ആ ഡിസൈൻ കണ്ടിട്ട് ഒരു കൊച്ചു മോളുടെ ഫ്രോക്കിൽ സെയിം വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് ഓർഡർ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ, മുതിർന്നവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ആ വീഡിയോയുടെ. അപ്പോൾ നമ്മളിതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. ഞാൻ നമ്മുടെ സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, നമ്മുടെ യോക്ക് പോർഷൻ മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നെക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രെയിം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ലീവിലും നമ്മുടെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ നമ്മളെ സ്ക്വയർ മിററും റിയൽ മിററാണ് കേട്ടോ. മിററും കട്ട് ബീഡും ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ രണ്ട് സ്ലീവും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് നെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് കരുതി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ കാണിക്കാവോ എന്ന്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ഒന്നുകൂടെ കാണിക്കുവാണേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കളർ വേറെയാണ്. ഇത് നല്ല പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. വീഡിയോയിൽ ചെറിയൊരു കളർ ഫെയ്ഡ് കാണിക്കുന്നുണ്ട്. നല്ല പീക്കോക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള റിയൽ മിററാണ്. ഞാനിവിടെ സ്ക്വയർ ഷേപ്പാണ് എടുത്തേക്കുന്നത്. ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. പിന്നെ നമ്മുടെ നോർമൽ സ്വിങ് ത്രെഡാണ്. നോർമലി നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ത്രെഡ് തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് മെയിൻലി വേണ്ടത് ഗമ്മാണ് കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് B7000 ഗമ്മാണ്. ഈ ഗം ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ഫാബ്രിക് ഗ്ലൂ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഏത് ഗം നമ്മൾ യൂസ് ചെയ്താലും കുറഞ്ഞത് 24 hours എങ്കിലും ഡ്രൈ ആവാനായിട്ട് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല തിക്കായിട്ട് നമ്മുടെ മെറ്റീരിയലിനോട്ട് നന്നായിട്ട് ഡ്രൈ ആവത്തുള്ളൂ. അപ്പം കുറഞ്ഞത് 24 hours ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ട് മാത്രം ഈ വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മിറർ ഒട്ടിക്കുന്നുണ്ട്. മിററിന് ചുറ്റും നമ്മളിതുപോലെ ബീഡൊന്നും കവർ ചെയ്യുന്നില്ല, മിറർ മാത്രം കറക്റ്റ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുള്ളും അത്യാവശ്യം തിക്കാട്ടിന് കട്ട് ബീഡ് വെച്ച് പോരുന്നതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ഈ ഒരു ഷേപ്പ് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് ഫ്രെയിം അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ചെരിവ് തോന്നുന്നുണ്ട്. നമ്മൾ ഫ്രെയിം എടുത്ത് മാറ്റുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. യോക്ക് ഫുള്ളും സ്റ്റിച്ചിങ് കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് മിറേഴ്സ് ഒട്ടിക്കാം കേട്ടോ. ഞാനിവിടെ ഗം അപ്ലൈ ചെയ്ത പോർഷനിൽ ഇതുപോലെ നമ്മുടെ മിറേഴ്സ് ഒട്ടിച്ച് കൊടുക്കുവാണേ. ഇതുപോലെ ഫുള്ള് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ നമ്മുടെ നെക്കിന് ചുറ്റും ഞാൻ ഇതുപോലെ മിറേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത്ര തിക്നെസ് വേണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തേക്കുന്നത്. ഇനി ഞാൻ കുറച്ച് നേരം ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കുവാണേ. ഡ്രൈ ആയിട്ട് മാത്രമേ ഞാൻ ബീഡ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രത്തോളം നമ്മൾ ഡ്രൈ ആവാനായിട്ട് വെക്കുന്നു അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇത് ലാസ്റ്റിംഗ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് വാഷ് ചെയ്യുക. കുത്തിപ്പിഴിഞ്ഞൊന്നും വാഷ് ചെയ്യരുത്, നല്ല സോഫ്റ്റ് വാഷ് മാത്രം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഡ്രൈ ആയിട്ട് വന്ന് ബാക്കി വർക്ക് ചെയ്യാവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മിറേഴ്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ബീഡ്സ് ചെയ്ത് പോരാവേ. ഞാൻ പറഞ്ഞല്ലോ, കുറഞ്ഞ 24 hours എങ്കിലും ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ട് മാത്രമേ ബീഡ് വർക്ക് ചെയ്യാവേ. അപ്പം കട്ട് ബീഡ് നമുക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വെച്ച് പോരാം.
ഓക്കെ, അപ്പോൾ കണ്ടല്ലോ നമ്മുടെ നെക്ക് റൗണ്ട് ഫുള്ളും ഇതുപോലെ മിറേഴ്സും കട്ട് ബീഡും വെച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ യോക്ക് ഏരിയയിൽ സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്, ഒരു മോളുടെ ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനാണ്. അപ്പോൾ 12 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് നെക്ക് കവറായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രെയിം മാറ്റിയതിന് ശേഷം ബാക്കി ചെറിയൊരു പോർഷനും കൂടെ വർക്ക് ചെയ്യാനുണ്ട്. സ്ലീവും ഓൾറെഡി കംപ്ലീറ്റ് ആണ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആണ്. മൂൺഗോഡാസ് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മളൊരു കൊച്ചുമോൾക്ക് ഫ്രോക്കായിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ പ്ലീറ്റഡ് ഫ്രോക്കാണേ, ഗൗണല്ല, പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് ചെയ്തത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ മിററും ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 2 അല്ലെങ്കിൽ 2.25 ഇഞ്ചിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ മിററും കട്ട് ബീഡും വെച്ച് എടുത്തിട്ടുണ്ട്. യോക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. സ്ലീവ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ട്രയാങ്കിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എൽബോ സ്ലീവാണ്, നമ്മൾ 8 വയസ്സുള്ള മോക്കാണ്. അപ്പോൾ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ ആണ്. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഏതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു ടൈപ്പ് ജോർജറ്റാണ്, നല്ലൊരു പീക്കോക്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.